രണ്ടുപേരും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഹൗസ് ഡ്രൈവറായിട്ടും ഹൗസ് മെയ്ഡായിട്ടും ബേബി കെയറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, നല്ല വീട് കിട്ടുമോ? പേടി കൊണ്ട് ചോദിക്കുന്നതാണ്. നമുക്കിത് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവരുടെ സ്വഭാവം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ആൾക്കാരാണ് ഇവർ. പിന്നെ എന്തായാലും നമ്മളിങ്ങോട്ട് കയറി വരാൻ തീരുമാനിച്ചു, ജോലിക്കായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ തീരുമാനിച്ചു. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മനസ്സിനെ പറഞ്ഞങ്ങോട്ട് പഠിപ്പിക്കുക. എന്ത് വന്നാലും ഞാൻ തരണം ചെയ്തോളാം എന്ന് മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിച്ച് ഇങ്ങോട്ട് കയറിപ്പോയി. അല്ലാതെ നമുക്ക് ഇവരുടെ മുൻകൂട്ടി ഒന്നും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം നമുക്ക് പേഴ്സണലി അറിയത്തില്ല, നമ്മൾ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഇവരെ മുൻകൂട്ടി ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പിന്നെ ചിലർക്ക് നല്ല വീട് കിട്ടും, ചിലർക്ക് മോശം വീട് കിട്ടും. അതിനകത്ത് ഇപ്പം നിങ്ങളുടെ ഭാഗ്യം പോലത്തെ. അല്ലാതെ നമുക്ക് മുൻകൂട്ടി ഒന്നും പറഞ്ഞ് നല്ല വീട് തന്നെ വേണം അങ്ങനെ കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തായാലും കയറി വരാൻ തീരുമാനിച്ചു, കയറി വരിക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നല്ല വീടോ മോശം വീടോ നമുക്ക് തിരഞ്ഞെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും ഭാഗ്യം പോലിരിക്കും, വരുന്നവരുടെ ഭാഗ്യം പോലിരിക്കും. അതുകൊണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്ത് വന്നാലും ഞാൻ തരണം ചെയ്തുകൊള്ളാം എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് കയറി പോരുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.